ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാനുള്ള കാര്യമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വെയിറ്റ് ലോസ് നടക്കുന്നതെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് വെയിറ്റ് ലോസ് നടക്കുന്നത്, ഓരോ സ്റ്റെപ്പിലും എങ്ങനെയെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കുറയുന്നത്, അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പിലും ഏതെല്ലാം പ്രോഡക്ട്സ് ആണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സിന്റെ യൂസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പക്ഷേ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഹെൽത്തിനെ റിക്കവർ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് വെയിറ്റിനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഈ കാര്യങ്ങൾ ഓർത്തിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റുപാടും നിറയെ വഴികളുണ്ട്. എന്നാലും തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓൾറെഡി ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാം. നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡീനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഡിസൈൻ ചെയ്ത് പുറത്തിറങ്ങുന്ന പ്രോഡക്ട്സുകളെല്ലാം തന്നെ ലോ കാലറി ഹൈ ന്യൂട്രീഷൻ വാല്യൂള്ള പ്രോഡക്ട്സുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിനെ റിക്കവർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് തന്നെയാണ് ഇനി പറയുന്ന ഓരോ സ്റ്റെപ്പും നമ്മുടെ വെയിറ്റ് ലോസിൽ വരുന്നത്. കൃത്യമായിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഇനി പറയുന്ന സ്റ്റെപ്പുകളെല്ലാം കടന്ന് നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ വരുന്ന ഓരോ സ്റ്റെപ്പിനെ കുറിച്ച് പരിചയപ്പെടാം. മെയിൻലി നമുക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വരുന്ന സമയത്ത് 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് വരുന്നത്. ഈ 4 സ്റ്റെപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പും 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് റാപ്പിഡ് വെയിറ്റ് ലോസ്. റാപ്പിഡ് വെയിറ്റ് ലോസ് എന്നാൽ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇനിഷ്യൽ വെയിറ്റ് ലോസിനെയാണ് റാപ്പിഡ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ന്യൂട്രീഷൻ പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സ്, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ, ഷേക്ക് മേറ്റ്, എഫ്രഷ് എനർജി ഡ്രിങ്ക്. ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രം ഈ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്താൽ മതിയാവും. ഈ ഒരു സമയത്ത് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് 5 മുതൽ 6 കിലോഗ്രാം വരെ ഭാരം കുറയുന്ന ഒരു സ്റ്റേജ് ആണ്. വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത സമയം ആയതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ പ്രകടമായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈമിൽ മാറ്റങ്ങൾ കാണിക്കുന്നതാണ്. ഒരുപാട് നാളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ബാഡ് കാലറീസിനെ എല്ലാം അവോയ്ഡ് ചെയ്യുന്നു, അതുപോലെ ഡയറ്റ് ശ്രദ്ധിക്കുന്നു, വർക്കൗട്ട് നോക്കുന്നു, കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു. ഈ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഫാസ്റ്റ് വെയിറ്റ് ലോസിനാണ് റാപ്പിഡ് വെയിറ്റ് ലോസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ വെയിറ്റ് ലോസ് ആവുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ലിക്വിഡ് ഫാറ്റും വളരെ പെട്ടെന്ന് തന്നെ ലോസ് ആവുന്നതാണ്. തുടക്കത്തിലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് കണ്ടിട്ട് ഇത്തരത്തിലുള്ള വെയിറ്റ് ലോസ് നിങ്ങളുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നോടെ വരെ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കരുത്. കാരണം ഇത് തുടക്കത്തിലെ റാപ്പിഡ് വെയിറ്റ് ലോസ് മാത്രമാണ്. ഇത് നമ്മുടെ വെയിറ്റ് ലോസിന്റെ ഒരു സ്റ്റേജ് മാത്രമാണ്. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യുക, കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, അതുപോലെ ഡയറ്റ് കൃത്യമായിട്ട് പാലിക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോ വെയിറ്റ് ലോസ് ആണ്. തുടക്കത്തിലെ ഫാസ്റ്റ് ആയിട്ട് റാപ്പിഡ് ആയിട്ട് വെയിറ്റ് ലോസ് സ്റ്റെപ്പിന് ശേഷം നെക്സ്റ്റ് വരുന്നത് സ്ലോ വെയിറ്റ് ലോസ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറഞ്ഞ പോലെ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോ വെയിറ്റ് ലോസ് ആണ് നടക്കുന്നത്. വെയിറ്റ് ലോസ് നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ 1 കിലോ 2 കിലോ ഒന്നും വളരെ ഫാസ്റ്റ് ആയിട്ട് കുറയത്തില്ല. വളരെ ഗ്രാംസ് ആയിരിക്കും ഓരോ ദിവസവും നിങ്ങൾ കുറയുന്നത്. എന്നാലും കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത് നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റ് ലോസ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പോഞ്ചി ഫാറ്റ് എന്ന് പറയും, നെക്സ്റ്റ് ലെയർ ഫാറ്റ് ആണ് സ്പോഞ്ചി ഫാറ്റ്. ഈ ഫാറ്റ് ലോസ് ആവുന്നതാണ്. അതുപോലെ നമ്മുടെ മെഷർമെന്റും ലോസ് ആവുന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. വെയിറ്റ് ലോസ് നടക്കും, അതുപോലെ തന്നെ സ്പോഞ്ചി ഫാറ്റ് ലോസ് ആയിട്ട് നടക്കും, നെക്സ്റ്റ് വരുന്നത് മെഷർമെന്റ് ലോസ്. അതുകൊണ്ട് തന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയില്ലെന്ന് ഓർത്തിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ മനസ്സ് മടുത്തിട്ട് വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാതിരിക്കുക. ഈ ഒരു സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്ന ന്യൂട്രീഷൻ പ്രോഡക്ട്സുകൾ നോക്കുകയാണെങ്കിൽ ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സ്, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ, ഷേക്ക് മേറ്റ്, എഫ്രഷ് എനർജി ഡ്രിങ്ക്. ഇതാണ് നമ്മുടെ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്ട്സ് നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന സമയം വരെ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രോഡക്ട്സുകളാണ് സെല്ലുലോസ്, മൾട്ടിവൈറ്റമിൻ, സെൽ ആക്ടിവേറ്റർ, ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രത്യേകം പറയുന്നു, സ്റ്റെപ്പ് 2 എന്നത് ഒരു സ്ലോ വെയിറ്റ് ലോസ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക. ഡയറ്റ്, വർക്കൗട്ട്, ന്യൂട്രീഷൻ പ്രോഡക്ട്സിന്റെ യൂസേജ്, ഫോളോ അപ്പ് എല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക. മനസ്സും അടുത്തിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. മനസ്സും അടുത്ത് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഈ ഒരു സമയത്ത് വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് ആണ് തുടക്കത്തിൽ കുറഞ്ഞത് ആ വെയിറ്റ് പെട്ടെന്ന് തന്നെ റീഗെയിൻ ആവുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് മുന്നോട്ട് കൊണ്ടുപോകുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഫാറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ലോസ്. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വെയിറ്റ് ലോസിലെ ഏറെക്കുറെ അവസാന സ്റ്റെപ്പ് എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു
സ്റ്റെപ്പാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഹാർഡ് ആയിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജ് ഫാറ്റ് ലോസ് നടക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ടോട്ടൽ വെയിറ്റ് ലോസ് നടക്കുന്നതാണ്. വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ്, ഇഞ്ചസ് ലോസ്, ബോഡി റീഷേപ്പ്, ഈ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. ഈ സ്റ്റെപ്പിൽ ഹാർഡ് ആയിട്ടുള്ള ഫാറ്റ് ആണ് കുറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വർക്കൗട്ട് ഈ ഒരു സ്റ്റെപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബോഡി ഫാറ്റും അതുപോലെ തന്നെ വിസറൽ ഫാറ്റും ഈ ഒരു സ്റ്റെപ്പിലായിരിക്കും ഫൈനലായിട്ട് കുറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കൃത്യമായിട്ട് കോച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഫോളോ അപ്പ് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, വർക്കൗട്ട് യൂസ് ചെയ്യുക, അതുപോലെ ഡയറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പേഴ്സണലൈസ് ചെയ്ത് കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പിൽ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്, ഹെർബൽ കൺട്രോൾ, നേരത്തെ പറഞ്ഞ പ്രോഡക്ട്സുകളുടെ കൂടെ ഈ പ്രോഡക്ട്സും ആഡ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങളുടെ കോച്ചിന്റെ ഗൈഡൻസിൽ കൃത്യമായിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റേജിൽ വർക്കൗട്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ് ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ കൃത്യമായിട്ട് പേഴ്സണലൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റെപ്പിൽ കൃത്യമായിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് പ്രോഗ്രാമിന്റെ ഫൈനൽ സ്റ്റെപ്പാണ്. വെയിറ്റ് മെയിൻ്റെനൻസ് എന്നാണ് ഈ ഒരു സ്റ്റെപ്പിന് പറയുന്നത്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്ത് ഫൈനൽ സ്റ്റെപ്പാണ് വെയിറ്റ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. എത്ര കിലോ വെയിറ്റ് ആണ് നിങ്ങൾ കുറച്ചത്, ആ കുറച്ച വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയാൽ മാത്രമാണ് നിങ്ങൾ കുറച്ച വെയിറ്റിനെ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കിലോ വെയിറ്റ് ആണ് കുറച്ചത് അത്രയും കിലോ വെയിറ്റ് നിങ്ങൾ കൂടാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കൃത്യമായിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ പേഴ്സണലൈസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ പല വ്യക്തികൾക്കും പല കാറ്റഗറി ആയിരിക്കും ഫോളോ അപ്പ് വരുന്നത്. കാരണം എന്തെന്ന് നോക്കി കഴിഞ്ഞാൽ ചില ആൾക്ക് ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വെയിറ്റ് കുറയാതെ ഫാറ്റിനെ കുറയ്ക്കാനുള്ള ഫോളോ അപ്പ് ആണ് തരുന്നത്. ഇനി ചില ആളുകൾക്ക് കൃത്യമായിട്ട് വെയിറ്റും ഫാറ്റും എല്ലാ കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ BMI കുറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വെയിറ്റും ഫാറ്റും കുറയാതെ BMI കുറയ്ക്കാനുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിരുന്നത്. ഇനി ചില ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, വെയിറ്റ്, ഫാറ്റ്, BMI എല്ലാം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് ആ കുറഞ്ഞ വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കോച്ചിന്റെ ഗൈഡൻസ് പ്രോഗ്രാം ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് മെയിൻ്റെനൻസ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. വെയിറ്റ് മെയിൻ്റെനൻസ് സ്റ്റെപ്പിനെ കുറിച്ച് ഒരുപാട് ആധികാരികമായിട്ട് ഇവിടെ പറയുന്നില്ല. കാര്യം നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫോളോ അപ്പ് ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഈ ടൈമിൽ വേണ്ടത് അത് കൃത്യമായിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കോമൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ കോച്ചിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് നമുക്കുണ്ടാകുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഇവിടെ പറഞ്ഞത്. കൃത്യമായിട്ടെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. വെയിറ്റ് ലോസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയെന്നാൽ നിങ്ങൾ കുറച്ച വെയിറ്റിനെ നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാവരും തന്നെ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നമുക്ക് റിപ്ലൈ ആയിരുന്നായിരിക്കും. അതിൽ കമന്റ് ബോക്സ് മെൻഷൻ ചെയ്താൽ റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് ഫോളോ അപ്പ് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി ഒരു ഹോസ്പിറ്റലിൽ മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.